എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ വൺ പാർട്ടി ഡോമിനൻസിനെ കുറിച്ച് പറഞ്ഞു, കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇന്ത്യയിലെ ഇലക്ഷൻ സിസ്റ്റത്തെക്കുറിച്ച് പറഞ്ഞു. ഫസ്റ്റ് ജനറൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. ഇന്ത്യയിൽ വൺ പാർട്ടി ഡോമിനൻസ് അല്ലെങ്കിൽ ഡോമിനേഷൻ ആണ് നിലനിൽക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. വൺ പാർട്ടി ഡോമിനേഷൻ മീൻസ് ഏകകക്ഷി ആധിപത്യം. ഇപ്പോൾ ഏകകക്ഷി ആധിപത്യം നമുക്ക് പറയാൻ കഴിയില്ല. ആദ്യത്തെ 3 ജനറൽ ഇലക്ഷനുകളിൽ, ആദ്യത്തെ 3 ജനറൽ ഇലക്ഷൻസിൽ ഇന്ത്യയിൽ ആരുടെ ഡോമിനേഷനാണ് നിലനിന്നിരുന്നത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ, കോൺഗ്രസ് പാർട്ടിയുടെ ഡോമിനേഷനാണ് നിലനിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് 3 ജനറൽ ഇലക്ഷനെ എന്തായിട്ടാണ് കണക്കാക്കുന്നത്? കോൺഗ്രസിൻ്റെ ഡോമിനേഷനായിട്ടാണ് കണക്കാക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയുടെ ഈ കാലഘട്ടത്തിലെ ഡോമിനേഷനിലേക്ക് നമുക്ക് വരാം. 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം നേടിയ ശേഷം നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഇടക്കാല ഗവൺമെൻറ് ഫോം ചെയ്ത് നമ്മൾ പഠിച്ചു. അതിനുശേഷം ഫസ്റ്റ് ഇലക്ഷൻ നടക്കുന്നത് 1951-52 കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. 52 ഈ ഇലക്ഷനിൽ, പൊതുവേ ഇത് 1952 ഇലക്ഷൻ എന്നാണ് പറയുന്നത്. 52 ഈ തെരഞ്ഞെടുപ്പിൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഗവൺമെൻറ് അധികാരത്തിലെത്തി. മൊത്തം സീറ്റ് 52 ഇലക്ഷനിൽ 489 ലോക്സഭാ സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. എത്രയാണ്? 489 ലോക്സഭാ സീറ്റുകൾ ഉണ്ടായിരുന്നു. 489 ലോക്സഭാ സീറ്റുകൾ. ലോക്സഭയിലേക്ക് 489 സീറ്റുകൾക്ക് വേണ്ടിയുള്ള മത്സരം നടന്നു. ഈ മത്സരത്തിൽ 364 സീറ്റുകൾ കോൺഗ്രസ് നേടി. കോൺഗ്രസ് നേടിയത് എത്ര സീറ്റുകളാണ്? 364 സീറ്റുകൾ ഫസ്റ്റ് ജനറൽ ഇലക്ഷനിൽ കോൺഗ്രസ് നേടി. അതായത് മൃഗീയ ഭൂരിപക്ഷം തന്നെയാണ്, അല്ലേ? ഒന്നാം സ്ഥാനത്തെത്തിയ കോൺഗ്രസിന് കിട്ടിയത് 364 സീറ്റുകൾ. രണ്ടാം സ്ഥാനത്തെത്തിയ പാർട്ടിയുടെ സീറ്റ് കേൾക്കുമ്പോഴാണ് കോൺഗ്രസിന്റെ വിജയം എന്തുമാത്രം വലുതായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സെക്കൻഡിലെത്തിയ, രണ്ടാം സ്ഥാനത്തെത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലഭിച്ച സീറ്റുകളുടെ എണ്ണം വെറും 16 സീറ്റുകൾ മാത്രമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലഭിച്ചത് എത്ര സീറ്റാണ്? 16 സീറ്റുകൾ. രണ്ടാം സ്ഥാനത്താണ്. ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കോൺഗ്രസിന് 364, രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും, രണ്ടാമത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു, ആ പാർട്ടിക്ക് ലഭിച്ചത് വെറും 16 സീറ്റ്. എന്തുമാത്രം വലിയ ഭൂരിപക്ഷമാണ് ഇവിടെ കോൺഗ്രസ് നേടിയത് ഫസ്റ്റ് ജനറൽ ഇലക്ഷനിൽ. അങ്ങനെ നെഹ്റു 5 വർഷം കാലാവധി തികച്ചു. അടുത്തത് 1957, ഇത് 52 അടുത്തത് 1957 അടുത്ത തിരഞ്ഞെടുപ്പ് നടന്നു. ഇതിൽ ലോക്സഭയിലെ സീറ്റുകളുടെ എണ്ണത്തിൽ വർധനമുണ്ടായി. ആദ്യത്തെ 489 അടുത്തത് 494 സീറ്റുകളായി വർദ്ധിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ 494 സീറ്റുകളായി വർദ്ധിച്ച ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 371 സീറ്റുകളിൽ വിജയിച്ചു. 371 സീറ്റുകളിലാണ് ആരുടെ വിജയം? കോൺഗ്രസിന്റെ വിജയം. മറ്റു പാർട്ടികൾക്ക് തുച്ഛമായ സീറ്റുകൾ മാത്രമേ കിട്ടിയുള്ളൂ. വിരലിലെണ്ണാവുന്ന സീറ്റുകൾ കൊണ്ട് മറ്റു പാർട്ടികൾ തൃപ്തിപ്പെടേണ്ടി വന്നു. പിന്നീട് അടുത്ത ഇലക്ഷൻ നടന്നത് 1962 62 സീറ്റുകളുടെ എണ്ണം അതുപോലെ തന്നെ എത്രയാണ്? 494 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ കോൺഗ്രസ് നേടിയത് 361 സീറ്റ്. എത്ര സീറ്റ് നേടി? 361 സീറ്റ്. അതായത് 4/3 ഭൂരിപക്ഷത്തോടെ കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരം നിലനിർത്തി 3 വർഷം. അതായത് 3 ജനറൽ ഇലക്ഷനിലും, 52 ജനറൽ ഇലക്ഷനിലും, 57 ജനറൽ ഇലക്ഷനിലും, 62 ജനറൽ ഇലക്ഷനിലും എത്ര ഭൂരിപക്ഷത്തോടെ? 3/4 മെജോറിറ്റി, 4/3 ഭൂരിപക്ഷത്തോടെ കോൺഗ്രസ് അധികാരത്തിലെത്തി.
മറ്റു പാർട്ടികൾക്ക് കോൺഗ്രസ് നേടിയ സീറ്റുകളുടെ 1/10 സീറ്റ് നേടാൻ പോലും ആർക്ക് കഴിഞ്ഞില്ല? മറ്റു പാർട്ടികൾക്ക് കഴിഞ്ഞില്ല. ഓക്കെ, അപ്പോൾ കോൺഗ്രസ് നേടിയ സീറ്റുകളുടെ എത്ര ഭാഗം? 1/10 സീറ്റുകൾ നേടാൻ പോലും മറ്റു പ്രതിപക്ഷ പാർട്ടികൾക്ക്, ഓപ്പോസിഷൻ പാർട്ടീസിന് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഈ കണക്കുകൾ ഇവിടെ സൂചിപ്പിക്കുന്നത് ആരുടെ ഡോമിനേഷനാണ്, ആരുടെ ആധിപത്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? കോൺഗ്രസ് പാർട്ടിയുടെ ഡോമിനൻസ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയുടെ ആധിപത്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ ഇലക്ഷനിൽ കോൺഗ്രസ്, ഈ 3 ഇലക്ഷനിലും കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തോടെ അധികാരം നിലനിർത്തി. എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇന്ത്യയിലെ ആദ്യ തെരഞ്ഞെടുപ്പുകളിൽ ഇത്രയേറെ മൃഗീയ ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തിയത്? കോൺഗ്രസിന്റെ ഇത്രയേറെ വളർച്ചയ്ക്കുള്ള കാരണം എന്തൊക്കെയായിരുന്നു? അതാണ് അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ. What were the main factors responsible for the dominance of the Congress party in the first 3 general elections? ആദ്യത്തെ 3 ജനറൽ ഇലക്ഷൻസിൽ ഡോമിനേറ്റ് ചെയ്യാൻ, ആധിപത്യം നേടാൻ ആരെ സഹായിച്ച ഫാക്ടേഴ്സ്, കോൺഗ്രസിനെ സഹായിച്ച ഫാക്ടേഴ്സ്, ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. എന്താണ് നമ്മൾ പറഞ്ഞത്? ആദ്യത്തെ 3 പൊതു തെരഞ്ഞെടുപ്പുകളിൽ ആധിപത്യം നേടാൻ, ഇവിടെ ആധിപത്യം വ്യക്തമാണ്. കോൺഗ്രസിന്റെ ആദ്യത്തെ 3 തെരഞ്ഞെടുപ്പിലെ ആധിപത്യം വ്യക്തമാണ്. ഈ തെരഞ്ഞെടുപ്പുകളിൽ ആധിപത്യം നേടാൻ കോൺഗ്രസിനെ സഹായിച്ച ഫാക്ടേഴ്സ്, ഘടകങ്ങൾ എന്തൊക്കെയാണ്? എന്തുകൊണ്ട് മറ്റു പാർട്ടികൾക്കൊന്നും ആധിപത്യം നേടാൻ കഴിഞ്ഞില്ല? കോൺഗ്രസ് മാത്രം എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ തുടർച്ചയായിട്ട് അധികാരത്തിലെത്തിയത്? അതിന് കോൺഗ്രസിനെ സഹായിച്ച ഫാക്ടേഴ്സ്, ഘടകങ്ങൾ എന്തെല്ലാം? അപ്പോൾ വാട്ട് വെയർ ദ മെയിൻ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ dominance of the Congress party, responsible for the Congress party in the first 3 general elections? ആദ്യ 3 പൊതു തെരഞ്ഞെടുപ്പുകളിൽ ആധിപത്യം നേടാൻ കോൺഗ്രസ് പാർട്ടിയെ സഹായിച്ച പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഫാക്ടർ, കോൺഗ്രസിന്റെ വിജയത്തിന് സഹായിച്ച ഒന്നാമത്തെ ഘടകം, കോൺഗ്രസ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ദേശീയ പാർട്ടിയായിരുന്നു. അത് തന്നെയാണ് ഒന്നാമത്തെ ഘടകം. കോൺഗ്രസ് ഇന്ത്യയിലെ എങ്ങനെയുള്ള പാർട്ടിയായിരുന്നു? കോൺഗ്രസ് വാസ് ദ ഓൾഡസ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടി ഇൻ ഇന്ത്യ. ഇന്ത്യ എന്നല്ല, നമുക്ക് ഏഷ്യ എന്ന് വേണമെങ്കിലും പറയാം. ഏഷ്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. കോൺഗ്രസിനെ ഇന്ത്യയിലെ ജനങ്ങൾക്കറിയാം. കോൺഗ്രസിനെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്നാണ് കോൺഗ്രസ് ഫോം ചെയ്തത്? ഡ്യൂറിങ് ബ്രിട്ടീഷ് പീരീഡ്, ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിലായിരുന്നു. അതായത് 1885, 1885 ആര് രൂപം കൊണ്ടത്? കോൺഗ്രസ് രൂപം കൊണ്ടത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടത്, ഫോം ചെയ്തത് എന്നായിരുന്നു? 1885. അപ്പോൾ സ്വാതന്ത്ര്യ സമര കാലഘട്ടം തൊട്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് കോൺഗ്രസിനെ അറിയാം. ആ പ്രസ്ഥാനം എന്താണെന്ന് അറിയാം. അത് ആ പാർട്ടിയുടെ വിജയത്തിന് കാരണമായി. ഒരു പുതിയ പാർട്ടി നിലവിൽ വരുമ്പോൾ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ബുദ്ധിമുട്ടില്ല. കാരണം കോൺഗ്രസ് എങ്ങനെയുള്ള പാർട്ടിയായിരുന്നു? കോൺഗ്രസ് വാസ് ദ ഓൾഡസ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടി ഇൻ ഏഷ്യ. ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന, ഇന്ത്യയിൽ മാത്രമല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും പഴക്കം ചെന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിരുന്നു, രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു കോൺഗ്രസ്. ഇത് കോൺഗ്രസിന്റെ വിജയത്തിനുള്ള ഒന്നാമത്തെ ഘടകമായിരുന്നു. രണ്ടാമത്തത്, സ്വാതന്ത്ര്യ സമരത്തിൽ വഹിച്ച നിർണായകമായ പങ്ക് കോൺഗ്രസിന്റെ വിജയത്തിന് കാരണമായി. കോൺഗ്രസ് പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ഫ്രീഡം സ്ട്രഗിൾ. കോൺഗ്രസ് എന്തിൽ ഇമ്പോർട്ടന്റ് റോൾ പ്ലേ ചെയ്തു വഹിച്ചു? ഫ്രീഡം സ്ട്രഗിൾ, സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ. നമുക്കറിയാം, ബ്രിട്ടീഷുകാരുടെ ഏകദേശം 200 വർഷക്കാലത്തോളം ഇന്ത്യ ആരുടെ കോളനിയായിരുന്നു? ബ്രിട്ടീഷുകാരുടെ കോളനിയായിരുന്നു. ബ്രിട്ടന്റെ കോളനിയായിരുന്ന ഇന്ത്യ ദീർഘകാല സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്കൊടുവിലാണ് സ്വാതന്ത്ര്യം നേടിയെടുത്തത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിൽ മുന്നിട്ട് നിന്ന പ്രസ്ഥാനം ഏതായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. സ്വാഭാവികമായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് ഇന്ത്യയിലെ ജനങ്ങൾക്കൊരു താല്പര്യം തോന്നും, ഒരു സ്നേഹവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊരു വിധേയത്വവും ഇന്ത്യയിലെ വോട്ടർമാർക്കുണ്ടാകും. കാരണം സ്വാതന്ത്ര്യ സമര കാലഘട്ടം തൊട്ട് ഇന്ത്യയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പോരാടുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു കോൺഗ്രസ്.
അത് ആരുടെ വിജയത്തിന് ആദ്യത്തെ 3 തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാൻ വളരെ ഈസി ആയിട്ട് വിജയിക്കുവാൻ ഇതാരെ സഹായിച്ചു? കോൺഗ്രസിനെ സഹായിച്ചു. മറ്റൊന്ന്, മൂന്നാമത്തെ ഘടകം, കോൺഗ്രസിനെ അന്ന് നയിച്ചത് ജവഹർലാൽ നെഹ്റുവിനെ പോലുള്ള പോപ്പുലറായിട്ടുള്ള ലീഡേഴ്സ് ആയിരുന്നു. നെഹ്റുവിനെ പോലുള്ള മഹത് വ്യക്തികളാണ് കോൺഗ്രസിന് നേതൃത്വം കൊടുത്തത്. ഈ വ്യക്തികളുടെ പ്രവർത്തനങ്ങളിലൂടെ കോൺഗ്രസ് ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചു. നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ ഇങ്ങനെയുള്ള പ്രമുഖ കോൺഗ്രസിന്റെ നേതൃനിരയിൽ ഉണ്ടായിരുന്നു. ആദ്യ മന്ത്രിസഭയിൽ തന്നെ ഉണ്ടായിരുന്നു. അംബേദ്കറിനെ പോലുള്ളവർ ആദ്യ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രത്തോളം പ്രമുഖരായ പ്രസിദ്ധരായ ജനങ്ങൾക്കിടയിൽ പോപ്പുലറായിട്ടുള്ള ലീഡേഴ്സ് ഉണ്ടായിരുന്നത് ആരുടെ വിജയത്തിന് കാരണമായി? കോൺഗ്രസിന്റെ വിജയത്തിന് കാരണമായി. കോൺഗ്രസ് വളരെ എളുപ്പത്തിൽ തന്നെ മറ്റു പാർട്ടികളെക്കാൾ വളരെ മുന്നിലെത്താനുള്ള കാരണം ആരുടെ നേതൃത്വം തന്നെയായിരുന്നു? നെഹ്റുവിനെ പോലുള്ള ലീഡേഴ്സിന്റെ മികച്ച ലീഡർഷിപ്പ് നേതൃത്വം തന്നെയായിരുന്നു. ഇതും കോൺഗ്രസിന്റെ വിജയത്തിന് കാരണമായി. ഇനി മറ്റു ഒരു ഘടകം, കോൺഗ്രസിന്റെ വിജയത്തിലേക്ക് നയിച്ച മറ്റൊരു സാഹചര്യം, ഇന്ത്യയിലെ രാജ്യവ്യാപകമായി വ്യാപിച്ചു കിടന്ന ഒരേ ഒരു പാർട്ടി കോൺഗ്രസ് മാത്രമായിരുന്നു. ഇന്ത്യയിലെ നാഷൻ വൈഡ് ആയിട്ടുള്ള ഒരു പാർട്ടി ഏത് മാത്രമായിരുന്നു? കോൺഗ്രസ് പാർട്ടി മാത്രമായിരുന്നു. മറ്റു പാർട്ടികളെല്ലാം രാജ്യത്തുണ്ടായിരുന്നു. പക്ഷേ ആ പാർട്ടികളൊക്കെ ചിലപ്പോൾ ചില സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ ചില പ്രദേശങ്ങളിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പാർട്ടികളായിരുന്നു. പക്ഷേ കോൺഗ്രസ് രാജ്യവ്യാപകമായി രാജ്യവ്യാപകമായി നിലനിന്നിരുന്ന ഒരു സംഘടനയായിരുന്നു കോൺഗ്രസ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ കേന്ദ്രത്തിൽ അന്ന് 3 തവണയും കോൺഗ്രസ് ഭരിക്കുന്നു. ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ആര് ഭരിക്കുന്നു? കോൺഗ്രസ് ഭരിക്കുന്നു. അന്ന് കോൺഗ്രസിന് അധികാരം കിട്ടാതിരുന്ന അപൂർവം സ്ഥലങ്ങളിൽ ഒന്ന് കേരളവും അതുപോലെ തന്നെ ജമ്മു കാശ്മീരും ഒക്കെ ആയിരുന്നു. പിന്നീട് ഈ സ്ഥലങ്ങളിലും കോൺഗ്രസ് അധികാരം സ്ഥാപിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ സമ്പൂർണമായി ആരുടെ ഭരണത്തിന് കീഴിലായിരുന്നു? കോൺഗ്രസിന്റെ ഭരണത്തിന് കീഴിലായിരുന്നു. ഓക്കെ, അതിനുള്ള കാരണം എന്താണ്? കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം. കോൺഗ്രസിന് എല്ലാ സ്ഥലത്തും, രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും കോൺഗ്രസിന് പ്രവർത്തകരും ഉണ്ടായിരുന്നു, കമ്മിറ്റികളും ഉണ്ടായിരുന്നു. മറ്റു പാർട്ടികൾ ഇലക്ഷനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങുമ്പോൾ കോൺഗ്രസ് പ്രചരണം ആരംഭിക്കും. അത്രത്തോളം ഒരു അഡ്വാൻസ്ഡ് ആയിരുന്നു. മറ്റു പാർട്ടികളൊക്കെ ഇലക്ഷനെ നേരിടാനുള്ള ചർച്ചകൾ നടക്കുമ്പോൾ കോൺഗ്രസ് എന്ത് തുടങ്ങിക്കഴിഞ്ഞിരിക്കും? അവരുടെ പ്രചരണം, സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് അവരുടെ ഇലക്ഷൻ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. ഇത് രാജ്യവ്യാപകമായിട്ട് നിലനിൽക്കുന്ന ഒരു പാർട്ടി ആയതുകൊണ്ട് ഇത് കോൺഗ്രസിനെ പെട്ടെന്ന് വിജയത്തിലേക്ക് എത്തിച്ചു. ഇതും ആദ്യത്തെ 3 പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വാസ് ദ ഓൺലി പാർട്ടി ഇൻ നാഷൻ വൈഡ്, രാജ്യവ്യാപകമായിട്ട് നിലനിന്നിരുന്ന ഒരേ ഒരു പാർട്ടി ഏത് മാത്രമായിരുന്നു? കോൺഗ്രസ് മാത്രമായിരുന്നു. ഇതും കോൺഗ്രസിന്റെ ഇലക്ഷനിലെ വിജയത്തിന് സഹായകമായി. ഓക്കെ, ഇതെല്ലാം കോൺഗ്രസ് പാർട്ടിയുടെ വിജയത്തിൽ നിർണായകമായ ഘടകങ്ങളായിരുന്നു. അപ്പോൾ കോൺഗ്രസിന്റെ വിജയത്തിനുള്ള ആദ്യത്തെ 3 ജനറൽ ഇലക്ഷൻസിൽ കോൺഗ്രസ് വിജയിക്കുവാനുണ്ടായ കാരണങ്ങൾ, സാഹചര്യമാണ് നമ്മളിവിടെ പറഞ്ഞത്. ഓക്കെ, ഈ ഇലക്ഷനിൽ വിജയിച്ച് അങ്ങനെ കോൺഗ്രസ് അധികാരത്തിലെത്തി. കോൺഗ്രസ് എന്തുകൊണ്ടാണ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ എത്തുകയാണ്, കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ കേന്ദ്രമായി മാറിയത്? കോൺഗ്രസിനെ വിളിക്കുന്നത് ദ സെന്റർ ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്സ് എന്നാണ്. എന്താണ് കോൺഗ്രസിനെ വിളിക്കുന്നത്? സെന്റർ ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്സ്. ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ സെന്റർ, കേന്ദ്രം എന്നാണ് വിളിക്കുന്നത്. Why we call the Congress party as the center of Indian politics? എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിയെ ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ സെന്റർ അല്ലെങ്കിൽ കേന്ദ്രം എന്ന് വിളിക്കുന്നത്? അതിനുള്ള കാരണം എന്തൊക്കെയാണ്? ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Why we call the Congress party as the സെന്റർ ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്സ്? ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ കേന്ദ്രം ആയിട്ട് കോൺഗ്രസിനെ വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യയിൽ നമ്മൾ പറഞ്ഞതിന്റെ തുടർച്ചയായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇന്ത്യയിൽ ആദ്യ 3 തെരഞ്ഞെടുപ്പുകളിലും വൻ വിജയം നേടി കോൺഗ്രസ് അധികാരത്തിലെത്തി. ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തോടെ
4-3 ഭൂരിപക്ഷത്തോടെ കോൺഗ്രസ് അധികാരത്തിലെത്തി. സ്വാതന്ത്ര്യത്തിനും അധികാരത്തിലെത്തി. പിന്നീട് ഇന്ത്യയുടെ വികസനത്തിന് തറക്കല്ലിട്ടതും ആര് തന്നെയാണ്? കോൺഗ്രസ് ആയിരുന്നു. അതായത് നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഗവൺമെൻറ് അധികാരത്തിലെത്തി. തുടർച്ചയായിട്ട് നെഹ്റു ഗവൺമെൻറ് ഭരണം മുന്നോട്ട് നയിച്ചു. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയ സമയത്ത് ഇന്ത്യയിലെ സാഹചര്യം നമുക്കറിയാം. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയ സമയത്ത് ഇന്ത്യയിലെ സാമ്പത്തിക രംഗം താറുമാറായി. എക്കണോമിക് സിസ്റ്റം എന്ത് ചെയ്തിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട്, കൊളാപ്സ് ചെയ്ത് ഒരു സാഹചര്യമാണ് നമ്മൾ പഠിച്ചു. അഗ്രികൾച്ചർ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ, സർവീസ് സെക്ടർ, ഇങ്ങനെയുള്ള സകല മേഖലകളും തകർന്ന് തരിപ്പണമായ ഒരു കാലഘട്ടത്തിലാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുന്നത്. ഇതിൽ നിന്നാണ് ഇന്ത്യയെ ആര് കൈപിടിച്ചുയർത്തുന്നത്? നെഹ്റു ഗവൺമെൻറ് കൈപിടിച്ചുയർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വികസനത്തിന് തറക്കല്ലിട്ട പാർട്ടി, ഇന്ത്യയുടെ ഭാവി ആരുടെ കരങ്ങളിലായിരുന്നു? കോൺഗ്രസിൻ്റെ കരങ്ങളിലായിരുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് എടുക്കുന്ന തീരുമാനങ്ങളെ ആശ്രയിച്ചിരുന്നു ആരുടെ ഭാവി? ഇന്ത്യയുടെ ഭാവി. കോൺഗ്രസ് എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായ തീരുമാനങ്ങളായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഇന്ത്യ തകർന്ന് തരിപ്പണമായേനെ. കാരണം 565ഓളം നാട്ടുരാജ്യങ്ങളെ ഒരുമിപ്പിച്ച് വിവിധ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചതൊക്കെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞതാണ്. ഇതിലെവിടെയെങ്കിലും പാളിച്ചകൾ പറ്റിയിരുന്നുവെങ്കിൽ പഞ്ചവത്സര പദ്ധതികൾ, 5 ഇയർ പ്ലാൻസ് രൂപീകരിച്ചു. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? ഇന്ത്യയുടെ വികസനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്, ഇന്ത്യയുടെ പുരോഗതിയെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയുടെ വികസനത്തിന് തറക്കല്ലിട്ടത് ആരായിരുന്നു? കോൺഗ്രസ് പാർട്ടിയാണ്. സ്വാതന്ത്ര്യത്തിന് മുൻപും കോൺഗ്രസിന് വളരെ സ്വാധീനമുണ്ടായിരുന്നു. എന്ത് സ്വാധീനമാണെന്ന് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമര പോരാട്ടങ്ങളിൽ, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ മുൻപന്തിയിൽ നിന്ന പാർട്ടി കോൺഗ്രസ് ആയിരുന്നു. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുൻപും സ്വാതന്ത്ര്യത്തിന് ശേഷവും ഈ പാർട്ടി എന്ത് ചെയ്തു? ഇന്ത്യയുടെ വികസനത്തിനായി, ഇന്ത്യയുടെ ഒരു ഇൻ്റഗ്രിറ്റിക്കായി നിലകൊണ്ടു. അതുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്രം, ഇന്ത്യൻ പൊളിറ്റിക്സിൻ്റെ കേന്ദ്രം എന്നാണ് ആരെ വിളിക്കുന്നത്? കോൺഗ്രസിനെ വിളിക്കുന്നത്. ഇപ്പോൾ നമുക്കങ്ങനെ വിളിക്കാൻ കഴിയില്ല. കാരണം കോൺഗ്രസിൻ്റെ കേന്ദ്ര ഭരണമൊക്കെ തുടർച്ചയായിട്ട് നഷ്ടമായി. ഇപ്പോൾ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ കോൺഗ്രസിന് ഡോമിനേഷൻ ഉണ്ടെന്ന് ഇന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഉറപ്പായിട്ട് നമുക്ക് പറയാം, ആദ്യകാലങ്ങളിൽ, സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ആദ്യ കാലഘട്ടങ്ങളിൽ ഉറപ്പായും ഇന്ത്യയിൽ ആരുടെ ആധിപത്യമായിരുന്നു? കോൺഗ്രസിൻ്റെ ആധിപത്യമായിരുന്നു. സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള കാലഘട്ടത്തിലും ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷിയായി അംഗീകരിക്കപ്പെട്ടിരുന്നു, കോൺഗ്രസ് അംഗീകരിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പൊളിറ്റിക്സിൻ്റെ സെൻറ്റർ എന്നാണ് ഏത് പാർട്ടി അറിയപ്പെടുന്നത്? കോൺഗ്രസ് പാർട്ടി അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് why we call the Congress party as the center of Indian politics. കോൺഗ്രസ് പാർട്ടിയെ ഇന്ത്യൻ പൊളിറ്റിക്സിൻ്റെ സെൻറ്റർ, കേന്ദ്രം എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട്? ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് പോർഷനിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ആദ്യ ഇലക്ഷനുകളിൽ തുടർച്ചയായിട്ട് വിജയിച്ച കോൺഗ്രസ് പാർട്ടി ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച കാര്യം നമ്മൾ പറഞ്ഞേ. ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടി സ്ഥാപിച്ച ആധിപത്യത്തെ വൺ പാർട്ടി ഡോമിനേഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. എന്തായിട്ടാണ് കണക്കാക്കുന്നത്? വൺ പാർട്ടി ഡോമിനേഷൻ. എന്താണ് വൺ പാർട്ടി ഡോമിനേഷൻ? ഏകകക്ഷി ആധിപത്യം. എന്താണ് വൺ പാർട്ടി ഡോമിനേഷൻ എന്ന് പറഞ്ഞാൽ? എന്താ? ഏകകക്ഷി ആധിപത്യം. ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടി, അതായത് മറ്റ് പാർട്ടികളെല്ലാം ഉണ്ടെങ്കിലും ഇന്ത്യയിൽ ആർക്ക് മാത്രം ആധിപത്യം? കോൺഗ്രസിന് മാത്രം ആധിപത്യം. അതായിരുന്നു വൺ പാർട്ടി ഡോമിനേഷൻ. എന്നാൽ ഇന്ത്യയിലെ വൺ പാർട്ടി ഡോമിനേഷനും ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ മെക്സിക്കോയിലെ വൺ പാർട്ടി ഡോമിനേഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്തൊക്കെയാണ്? എക്സാമിന് ചോദിക്കും, ഇതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് മെക്സിക്കോ അണ്ടർ വൺ പാർട്ടി ഡോമിനേഷൻ. ഏതിന് കീഴിലുള്ള വ്യത്യാസം? വൺ പാർട്ടി ഡോമിനൻസിന് കീഴിൽ, അതായത് ഏകകക്ഷി ആധിപത്യത്തിന് കീഴിൽ ഇന്ത്യയും മെക്സിക്കോയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇന്ത്യയും മെക്സിക്കോയും, ഇന്ത്യ ഒരു ഏഷ്യൻ രാജ്യമാണ്, മെക്സിക്കോ ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ്. ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ വൺ പാർട്ടി ഡോമിനേഷൻ്റെ കാര്യത്തിൽ, ഏകകക്ഷി ആധിപത്യത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെ വ്യത്യാസമുള്ളത്? മെക്സിക്കോയുടെ കാര്യം ആദ്യം എടുക്കാം. മെക്സിക്കോയിൽ ഏകദേശം
60 വർഷക്കാലത്തോളം ഭരണം നടത്തിയത് റവല്യൂഷണറി പാർട്ടിയായിരുന്നു. മെക്സിക്കോയിലെ റൂളിംഗ് പാർട്ടി ഏതായിരുന്നു? റവല്യൂഷണറി പാർട്ടിയായിരുന്നു. റവല്യൂഷണറി പാർട്ടിയാണ് മെക്സിക്കോയിൽ ആധിപത്യം പുലർത്തിയിരുന്നത്. ദീർഘകാലം മെക്സിക്കോയിൽ ഇലക്ഷൻ നടക്കുന്നു. ഈ നിരവധി പാർട്ടികൾ ഉണ്ടെങ്കിലും മെക്സിക്കോയിൽ ഇലക്ഷൻ നടക്കുമ്പോൾ ആര് തന്നെ തുടർച്ചയായിട്ട് അധികാരം നിലനിർത്തുന്നു? റവല്യൂഷണറി പാർട്ടി അധികാരം നിലനിർത്തുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം, എത്ര വർഷമാണ്? 60 വർഷക്കാലത്തോളം മെക്സിക്കോയുടെ ഭരണം ഏത് പാർട്ടിയുടെ കൈകളിലായിരുന്നു? റവല്യൂഷണറി പാർട്ടിയുടെ കൈകളിലായിരുന്നു. തുടർച്ചയായിട്ട് ഇലക്ഷനുകൾ നടത്തും. ഓരോ ഇലക്ഷനിലും ജനാധിപത്യ ഇലക്ഷൻ തന്നെയാണ് നടക്കുന്നത്. ഡെമോക്രാറ്റിക് ഇലക്ഷൻ നടക്കുന്നു. ആര് വിജയിക്കുന്നു? റവല്യൂഷണറി പാർട്ടി വിജയിക്കുന്നു. റവല്യൂഷണറി പാർട്ടിയുടെ നേതാക്കന്മാർ പ്രസിഡന്റായിട്ട് എന്ത് ചെയ്യുന്നു? നിയമിക്കപ്പെടുന്നു. അങ്ങനെ ഭരണം മുന്നോട്ട് പോകുന്നു. തുടർച്ചയായിട്ട് ഇത് തന്നെ മുന്നോട്ട് പോയി. എന്തുകൊണ്ടായിരിക്കാം മറ്റു പാർട്ടികൾക്കൊന്നും വിജയിക്കാൻ കഴിയാതെ മെക്സിക്കോയിൽ റവല്യൂഷണറി പാർട്ടി മാത്രം വിജയിച്ചത്? എന്തുകൊണ്ടായിരിക്കാം? അതിന് കാരണമുണ്ട്. ഇലക്ഷൻ സിസ്റ്റം കംപ്ലീറ്റ് ആർക്ക് ഫേവറബിൾ ആയിട്ടാണ് അവിടെ നിലനിന്നിരുന്നത്? റവല്യൂഷണറി പാർട്ടിക്ക്. അവിടുത്തെ നിയമങ്ങളെല്ലാം റവല്യൂഷണറി പാർട്ടി വിജയിക്കുന്ന തരത്തിലുള്ള നിയമങ്ങളായിരുന്നു. അതുകൊണ്ടാണ് മെക്സിക്കോയിൽ റവല്യൂഷണറി പാർട്ടി തുടർച്ചയായിട്ട് ഭരണം നടത്തിയത്, വൺ പാർട്ടി ഡോമിനൻസ് നിലനിർത്തിയത്, ഏകകക്ഷി ആധിപത്യം നിലനിർത്തിയത്. കാരണം തുടർച്ചയായിട്ട് മെക്സിക്കോയിൽ ഭരണം നടത്താൻ റവല്യൂഷണറി പാർട്ടിയെ സഹായിച്ച പ്രധാനപ്പെട്ട ഘടകം അവിടുത്തെ നിയമങ്ങളായിരുന്നു. റവല്യൂഷണറി പാർട്ടി ഓരോ ടേമിലും അവർക്ക് ജയിച്ചു വരാൻ തക്കതായിട്ടുള്ള, അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള നിയമങ്ങളാണ്, ലോസ് ആണ് പാസ്സാക്കിയിരുന്നത്. ഇത് ആർക്ക് വളരെയേറെ ഗുണം ചെയ്തു? റവല്യൂഷണറി പാർട്ടിക്ക് വളരെയേറെ ഗുണം ചെയ്തു. ഇനി മറ്റൊരു പ്രത്യേകതയുണ്ട്. റവല്യൂഷണറി പാർട്ടി ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അതിൽ കൃത്രിമങ്ങൾ കാട്ടും. കാരണം ഇലക്ഷനെ കൺട്രോൾ ചെയ്യാൻ, ഇന്ത്യയിലൊക്കെ ആണെങ്കിലുള്ള സിസ്റ്റം നമുക്കറിയാം. ഇലക്ഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു ഇൻഡിപെൻഡന്റ് ബോഡിയായ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്. ഇതവിടെ ഗവൺമെന്റ് തന്നെയാണ് ഇലക്ഷനിൽ വോട്ടർമാരെ ചേർക്കുന്നത്, വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുന്നതും ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നതും എല്ലാം ആര് തന്നെയാണ്? റവല്യൂഷണറി പാർട്ടി തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് റവല്യൂഷണറി പാർട്ടി നടത്തുന്ന ഇലക്ഷനിൽ ആര് തന്നെ വിജയിക്കും? റവല്യൂഷണറി പാർട്ടി തന്നെ വിജയിക്കും. അങ്ങനെ വിജയിച്ച് തുടർച്ചയായി 60 വർഷക്കാലത്തോളം മെക്സിക്കോയിൽ ആരാധിപത്യം നേടി? റവല്യൂഷണറി പാർട്ടി. എന്നാൽ ആദ്യമായി 2000 നടന്ന ഇലക്ഷനിൽ ആര് പരാജയപ്പെട്ടു? റവല്യൂഷണറി പാർട്ടി പരാജയപ്പെട്ടു. എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന മത്സരത്തിൽ റവല്യൂഷണറി പാർട്ടി പരാജയപ്പെട്ടു. അതിനുശേഷം 2006 നടന്ന തെരഞ്ഞെടുപ്പിൽ റവല്യൂഷണറി പാർട്ടിയുടെ അവസ്ഥ ദയനീയമായിരുന്നു. ഈ പാർട്ടി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. 60 വർഷം ഭരിച്ച പാർട്ടിയാണ്, ആലോചിക്കണം. 60 വർഷം ഭരിച്ച പാർട്ടി 2000 പ്രസിഡന്റ് സ്ഥാനം നിലനിർത്താൻ കഴിഞ്ഞില്ല. 2006 ആയപ്പോൾ, അടുത്ത ഇലക്ഷൻ നടന്നപ്പോൾ എത്രാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയും ചെയ്തു? 3ാം സ്ഥാനത്തേക്ക് പാർട്ടി പിന്തള്ളപ്പെടുകയും ചെയ്തു. അങ്ങനെ മെക്സിക്കോയിലെ വൺ പാർട്ടി ഡോമിനേഷൻ അവസാനിച്ചു. അതായത് റവല്യൂഷണറി പാർട്ടിയുടെ ഡോമിനേഷൻ അവസാനിച്ചു. ഇന്ത്യയിലെ സാഹചര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇന്ത്യയിലെ സാഹചര്യം എങ്ങനെയായിരുന്നു? ഇന്ത്യയിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഡോമിനേഷനാണ് നിലനിന്നിരുന്നത്. പക്ഷേ ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടിയുടെ ആധിപത്യം ജനാധിപത്യത്തിൻ്റെ വിജയമായിരുന്നു, ഡെമോക്രസിയുടെ വിജയമായിട്ടാണ് ഇന്ത്യയിലെ ആരുടെ വിജയത്തെ കണക്കാക്കിയത്? ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടിയുടെ വിജയത്തെ കണക്കാക്കിയത്. കാരണം ഇലക്ഷൻ സംവിധാനം കൃത്യമായിട്ട് ആരിലാണ് നിലകൊള്ളുന്നത്? ഇലക്ഷൻ കമ്മീഷനിലാണ്. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഇൻഡിപെൻഡന്റ് ബോഡിയാണ് ഇന്ത്യയിൽ ഇലക്ഷൻ നടത്തുന്നത്. ഗവൺമെന്റിന് ഇലക്ഷന്റെ കാര്യത്തിൽ ഇടപെടാൻ പറ്റുമോ? ഇന്ത്യയിൽ ഒരു പാർട്ടിക്കും ഇലക്ഷന്റെ കാര്യത്തിൽ ഇടപെടാൻ കഴിയില്ല. ഇലക്ഷൻ സംബന്ധമായ സകല കാര്യങ്ങളിലും അവസാന തീരുമാനം ആരുടേതാണ്? ഇലക്ഷൻ കമ്മീഷൻ്റെതാണ്. അപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുന്നതും നിയോജക മണ്ഡലങ്ങൾ അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലികൾ രൂപീകരിക്കുന്നതും അതിൻ്റെ ബോർഡറുകൾ നിർണ്ണയിക്കുന്നതും എല്ലാം ആര് തന്നെ? ഇലക്ഷൻ കമ്മീഷനാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഒരു പാർട്ടിക്കും അവരുടെ വിജയത്തിന് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കാൻ കഴിയില്ല. പക്ഷെ മെക്സിക്കോയിൽ അതായിരുന്നില്ല അവസ്ഥ. മെക്സിക്കോയിൽ റവല്യൂഷണറി പാർട്ടിക്ക് നിയമം മാറ്റി അവർ തന്നെയാണ് ഇലക്ഷൻ നടത്തിയിരുന്നത്. ഇലക്ഷൻ കമ്മീഷനൊന്നുമില്ല, അവർ തന്നെ നിയമം ഉണ്ടാക്കി അവർ തന്നെ ജയിച്ചു വരും.
പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല. കോൺഗ്രസ് പാർട്ടിക്കോ മറ്റൊരു പാർട്ടിക്കും വിജയിക്കുന്ന തരത്തിൽ ഇന്ത്യയിലെ നിയമങ്ങളെ മാറ്റി എഴുതാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ വിജയം എന്ത് തന്നെയായിരുന്നു? എന്തിന്റെ വിജയമായിരുന്നു? ജനാധിപത്യത്തിന്റെ വിജയമായിട്ടാണ് അതിനെ കണക്കാക്കിയിരുന്നത്. അത് ഇന്ത്യയിലെ ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ്റെ വിജയത്തെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. ലോകത്തിലെ തന്നെ അത്ഭുതമായ ഒരു സംഭവമായിരുന്നു ഇന്ത്യയിലെ ജനറൽ ഇലക്ഷൻ. അതിനെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്, അപ്പോൾ അതിലേക്ക് പോകണ്ട. അപ്പോൾ മെക്സിക്കോയിലെ ഇലക്ഷനെ ഒരു കംപ്ലീറ്റ് ഡിക്റ്റേറ്റർഷിപ്പായിട്ടാണ് കണക്കാക്കുന്നത്. മെക്സിക്കോയിലെ ഭരണത്തെ, ആരുടെ ഭരണത്തെ? റവല്യൂഷണറി പാർട്ടിയുടെ ഭരണത്തെ കംപ്ലീറ്റ് ഡിക്റ്റേറ്റർഷിപ്പ്, സമ്പൂർണ്ണ ഏകാധിപത്യമായി കണക്കാക്കുന്നു. പക്ഷേ ഇന്ത്യയിലെ കോൺഗ്രസിന്റെ വിജയത്തെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഡോമിനേഷനെ ഡിക്റ്റേറ്റർഷിപ്പ് ആയിട്ടാണ് കണക്കാക്കുന്നത്? അല്ല. അത് എന്തിൻ്റെ വിജയമായിട്ടാണ്? വിക്ടറി ഓഫ് ഡെമോക്രസി, ജനാധിപത്യത്തിൻ്റെ വിജയമായിട്ടാണ് കണക്കാക്കുന്നത്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ മെക്സിക്കോയിൽ റവല്യൂഷണറി പാർട്ടി അധികാരം നിലനിർത്തിയത് എന്ത് ഉപയോഗിച്ചാണ്? മാൻ പ്രാക്ടീസ് നടത്തിയാണ്, അല്ലയോ? അല്ലെങ്കിൽ ഇലക്ഷനിൽ പലതരത്തിലുള്ള കൃത്രിമങ്ങളും കാട്ടിയാണ്. പക്ഷേ ഇന്ത്യയിൽ കോൺഗ്രസ് പാർട്ടി ഡോമിനൻസ് നിലനിർത്തിയത്, ആധിപത്യം നിലനിർത്തിയത് എന്തിൻ്റെ വിജയമായിരുന്നു? ജനാധിപത്യത്തിൻ്റെ വിജയം. ജനങ്ങൾ ആ പാർട്ടിക്ക് വോട്ട് ചെയ്തുകൊണ്ടാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ ഡോമിനേഷനും വൺ പാർട്ടി ഡോമിനേഷനും മെക്സിക്കോയിലെ റവല്യൂഷണറി പാർട്ടിയുടെ ഡോമിനേഷനുമാണ് നമ്മൾ പറഞ്ഞത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. നമ്മൾ ഇന്ന് പഠിച്ച പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഓർക്കണം. ആദ്യം നമ്മൾ ഇന്ത്യയിലെ ജനറൽ ഇലക്ഷൻ, ആദ്യത്തെ 3 ജനറൽ ഇലക്ഷൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ആ 3 ജനറൽ ഇലക്ഷനിലും നേടിയ സീറ്റുകളുടെ കാര്യവും നമ്മൾ പറഞ്ഞു. 52, 57, 62 ഈ ഓരോ ഇലക്ഷനിലും നേടിയ, ലോക്സഭയിൽ നടന്ന ഇലക്ഷൻ്റെ കാര്യം നമ്മൾ സൂചിപ്പിച്ചു. അതിനുശേഷം ഈ ഇലക്ഷനുകളിൽ വിജയിക്കാൻ കോൺഗ്രസിനെ സഹായിച്ച ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു കോൺഗ്രസിനെ എന്തുകൊണ്ടാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ സെൻറ്റർ, കേന്ദ്രം എന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞു. അവസാന ക്വസ്റ്റ്യനിൽ നമ്മൾ വൺ പാർട്ടി ഡോമിനേഷൻ നിലനിൽക്കുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ മെക്സിക്കോയിലെ അവസ്ഥയും ഏഷ്യൻ രാജ്യമായ ഇന്ത്യയിലെ അവസ്ഥയും നമ്മൾ കമ്പയർ ചെയ്ത് പഠിച്ചു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം.